സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്ത് സബീർ, മറ്റു സദസ്യരെ, ഇത് ഒരു പ്രസംഗ മത്സരവേദിയായി നടക്കുന്ന സമയത്ത് ഒരു പ്രസംഗത്തിന്റെ മത്സരത്തിൽ പരിഗണിക്കണമെന്ന് എനിക്കറിയാം. സ്റ്റേജ് കണ്ടിട്ട് തന്നെ നീണ്ട 12 വർഷക്കാലമായി, നീണ്ട 12 വർഷം എന്ന് പറയുമ്പോൾ ഗൾഫ് അല്ലെങ്കിൽ പ്രവാസം എന്ന നീണ്ട 12 വർഷക്കാലം ജീവിതത്തിന്റെ സിംഹഭാഗവും കാർന്നു തിന്നപ്പോൾ, ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ അത്രയും കാർന്നു തിന്നപ്പോൾ, അവിടെ നിന്നും എന്റെ മനസ്സിൽ പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, എന്റെ ഓർമ്മകൾ പിന്നാമ്പുറങ്ങളിലേക്ക് ചലിപ്പിച്ചപ്പോൾ, അവിടെ മായാതെ കിടന്നത്, മറക്കാതെ കിടക്കുന്നത്, മരിക്കാതെ കിടക്കുന്നത്, ചിതലരിക്കാതെ കിടക്കുന്നത്, പുഴുവരിക്കാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഓർമ്മകളിൽ ഏറ്റവും സമ്പന്നമായത്, അല്ലെങ്കിൽ എന്റെ ഓർമ്മകളിൽ ഏറ്റവും സമ്പുഷ്ടമായത് തീർച്ചയായിട്ടും പ്രവാചക പ്രഭുവിന്റെ സ്മരണകൾ കൊണ്ട് ആവേശഭരിതമാവുന്ന ഈ അന്തരീക്ഷവും ഈ റബീഉൽ അവ്വൽ 12 പോലത്തെ ഈ റബീഉൽ അവ്വലിന്റെ മഹനീയ മാസത്തിന്റെ ദിനങ്ങൾ എത്രയും തന്നെയാകുന്നു. എന്നിരുന്നാലും 14 വർഷങ്ങൾക്ക് അങ്ങനെ ഖിയാമത്ത് ഉദയം ചെയ്ത അഷ്റഫുൽ മഖ്ലൂഖീൻ, അഫ്ളലുൽ മുർസലീൻ, ഷഫീഉൽ മുദ്നിബീൻ, അനീസുൽ ഗരീബീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുസ് സാലിഖീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين. അന്ത്യപ്രവാചക പ്രഭുവിന്റെ സ്മരണകൾ അലിയൊലി കൊള്ളുന്ന ഈ ആവേശത്തിൽ വിദ്യാർത്ഥിനികളുടെ ഇവിടുത്തെ മത്സരങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക തന്നെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ സമയങ്ങൾ എത്രയും നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളെ ഓർത്ത് ഭാവിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ എത്രയോർത്ത് പഴയ കാലങ്ങളെ ഓർത്ത് പരിതപിക്കാതിരിക്കുവാനുള്ള വഴി നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ എത്രയും ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ മദ്രസയുടെ പഴയ ചരിത്രം നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് തളങ്കര റേഞ്ച് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി നടത്തിയ തളങ്കര റേഞ്ച് അടിസ്ഥാനത്തിലുള്ള മത്സരം നടന്ന ആ വർഷത്തിലായിരുന്നു ഞാനിവിടെ പഠിച്ചിരുന്നത്. അന്ന് ഞങ്ങളോട് മറ്റുള്ള മദ്രസകളെ പോലെ അന്നത്തെ സദർ ഉസ്താദായിരുന്ന ഹമീദ് മൗലവി ഞങ്ങളോട് മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ചിട്ടില്ലാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരിചയിച്ച് ശീലിച്ചിട്ടില്ലാത്ത, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം എന്ന് പോലും ശരിക്കും പഠിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ള മദ്രസകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചുപൂര പോലെ മാത്രമായിരുന്ന ഈ കൊച്ചു മദ്രസയ്ക്ക് ഇവിടെ നിന്നും ഞങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഒരു സംഗമ വേദിയിലേക്ക് ഞങ്ങൾ എടുത്തെറിയപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് മത്സരിക്കാൻ പോകുക എന്നതിനെ പറ്റി വേവലാതിപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പിന്മാറാൻ ശ്രമിച്ചപ്പോൾ, അന്നത്തെ സദർ ഉസ്താദിന്റെ ആത്മധൈര്യവും മനോവീര്യവും ഞങ്ങളിലേക്ക് പകർത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി സന്നദ്ധരായിക്കൊണ്ട് തളങ്കര റേഞ്ച് അടിസ്ഥാനത്തിലുള്ള മത്സരത്തിൽ പോവുകയും അന്നത്തെ പ്രസംഗത്തിലും കഥാപ്രസംഗത്തിലും ഈ വിനീതൻ ആദ്യ മത്സരത്തിൽ തന്നെ വിജയം വരിച്ചപ്പോൾ എന്റെ സുഹൃത്തായിരുന്ന അബ്ദുറഹ്മാനും കഥാപ്രസംഗത്തിലും ഗാനത്തിലുമൊക്കെ പാടി തകർത്തപ്പോൾ, സക്കീർ തായനും കലാബഷീറും ഒക്കെ അന്ന് ഗംഭീരമായി കൊണ്ട് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ തളങ്കര റേഞ്ച് അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ മത്സരം കന്നി ട്രോഫി എന്ന പ്രഥമ ട്രോഫി ഈ കൊച്ചു അയാളുടെ മദ്രസയിലേക്കാണ് വന്നെത്തിയതെന്ന് ഓർക്കുമ്പോൾ നാം ഏവരും ആവേശഭരിതരാവേണ്ടതുണ്ട്. അതിൽ നിന്നും ഇന്നത്തെ കൊച്ചു വിദ്യാർത്ഥികൾക്ക് പാടുപെടുന്നതുണ്ട്. അല്ലാതെ പഴയകാല ഓർമ്മകളെ, പ്രതാപങ്ങളെ അവഹേളിക്കുന്ന ഒരു രീതി മാറ്റിക്കൊണ്ട്, പഴയകാല പ്രതാപങ്ങളെ കൊഞ്ഞനം കാട്ടുന്ന ഒരു രീതി മാറ്റിക്കൊണ്ട് പുതിയ ഇന്നത്തെ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയെ മയക്കിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെയും ഏതോ ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതൊരു കാലഘട്ടമല്ല, മറിച്ചൊരു വ്യാജഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ നല്ല നല്ല കാലങ്ങൾ അത്രയും നിങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ ചലിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഴയകാല പ്രതാപങ്ങളെ ഓർത്ത് പരിതപിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പാഠങ്ങളിൽ നിന്നല്ല പഠിക്കേണ്ടത്. നിങ്ങൾ പഴയകാല പ്രതാപങ്ങളെ ഓർത്ത് പാഠങ്ങളിൽ നിന്നല്ല പഠിക്കേണ്ടത്. പാഠങ്ങൾ എന്ന് വെച്ചാൽ
പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ ഒരു റെയിൽപാളത്തിലൂടെ പോകുന്നു, അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ഒരു തീവണ്ടി വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയുകയാണെങ്കിൽ, ആ തീവണ്ടി അടുത്തെത്തിയാൽ ചാടാമെന്ന് കരുതിക്കൊണ്ട് ഒരാൾ തീവണ്ടിയുടെ മുമ്പിലൂടെ നടന്നു പോകുന്നു. അടുത്ത ട്രെയിൻ എത്തുന്നു, അദ്ദേഹം ട്രെയിനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നു, കാൽ വഴുതുന്നു, അദ്ദേഹത്തിന്റെ 2 കാലുകളും നഷ്ടപ്പെടുന്നു. അദ്ദേഹം അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചത് കൊണ്ട് എന്താണ് അദ്ദേഹത്തിന് നേട്ടമുണ്ടാവുന്നത്? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കാലുകൾ തിരിച്ചെടുക്കാനാവുമോ? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് അനുഭവത്തിൽ നിന്നല്ല പഠിക്കേണ്ടത്, മറിച്ച് അനുഭവ സാധ്യതകളിൽ നിന്നാണ്. അലസന്മാരും മടിയന്മാരും ഒക്കെ സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ ജ്ഞാനികൾ, വിവേകികൾ, ബുദ്ധിജീവികൾ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുന്നു. അത്തരം തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിനും സമുദായത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്തിലുമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മൂല്യങ്ങൾ അത്രയും, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അത്രയും പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തന നിരതമായ ഒരു രംഗം സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ പട്ടിണി പാവങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏതൊരു സങ്കീർണമായ പ്രശ്നങ്ങളും ജീർണിച്ച പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം ഇന്നത്തെ യുവാക്കളെ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് തലങ്കര വെസ്റ്റ് ഹില്ലിന്റെ ഭാഗ്യമാണെന്ന് പറയാം. ഒരു പറ്റം യുവാക്കളാണ്, കർമ്മനിരതരായിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം യുവാക്കളാണ് ഇവിടെയുള്ളത്. അവർക്ക് ആത്മാർത്ഥമായി ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട്, പ്രവർത്തനത്തിന്റെ കർത്തവ്യ ബോധം മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. പ്രവർത്തനം എന്നാൽ എന്താണ്? പുസ്തകത്താളുകളിൽ എഴുതി വെക്കപ്പെടേണ്ട ലിപികളായിട്ടല്ല പ്രവർത്തനങ്ങളെ കണക്കിലാക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല കാഴ്ചവെക്കേണ്ടത്, മറിച്ച് കർമ്മഫലം ഉളവാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നാം ഏത് കാര്യത്തിന് വേണ്ടിയാണോ ലക്ഷ്യം വെക്കുന്നത്, നാം എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത്, ആ ലക്ഷ്യം വെച്ചവെക്കും ഉദ്ദേശിച്ചവെക്കും നമുക്കും ഒരുപോലെ സംതൃപ്തപരമായ പരിസമാപ്തി. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഗുണഫലങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല, യാതൊരു ഫലവും ഉണ്ടാവുന്നില്ല. അത് ആർക്കും ഉപകരിക്കുന്നുമില്ല. അതിന് വേണ്ടത് ഒരുപാട് പേർ വേണമെന്നുമില്ല, കുറച്ചു പേർ മാത്രം മതി. 4 പേരുണ്ടായാൽ 40 ആളുടെ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് കുറച്ചാളുകൾ മാത്രം മതി എന്നല്ല, 40 ആൾക്ക് പകരം 400 ആളെ പ്രവർത്തിച്ചുകൊണ്ട് 4000 ആൾക്കാരുടെ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ആർക്കാണ് നമ്മെ തടസ്സം നേരിടാൻ കഴിയുക? ആർക്കാണ് നമ്മോട് വൈമനസ്യം കാണിക്കുവാൻ കഴിയുക? ആർക്കാണ് നമ്മോട് വിഭാഗീയത കാണിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ പ്രശ്നങ്ങളിലും, നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒരു ആത്മാർത്ഥത എന്ന ലക്ഷ്യബോധം വെച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ലക്ഷ്യം നാം സായുജ്യം അണിയുക തന്നെ ചെയ്യുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.